അഖില മിസ് ആണ്. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പൊ നമ്മുടെ ഓണപരീക്ഷന്റെ സമയമായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഓണപരീക്ഷന്റെ സമയമായതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ EVSലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാം? മാക്സിമം നമ്മുടെ 3ാം ക്ലാസ്സിലുള്ള മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിലൂടെ നമ്മളൊരു കോൺസെപ്റ്റ് കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കാൻ പോവാണ്. നീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ മേക്കിംഗ് എ റെയിൻ ഗേജ് ടു മെഷർ റെയിൻഫോൾ. വിച്ച് മെറ്റീരിയൽസ് ആർ ടു ബി സെലക്ടഡ് ഫ്രം ദോസ് ഗിവൺ ബിലോ ടു മേക്ക് എ റെയിൻ ഗേജ്? അപ്പൊ എന്താണ്? മഴയുടെ അളവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നീനയും കൂട്ടുകാരും കൂടെ എന്താ നിർമ്മിക്കുന്നത്? ഒരു മഴമാപിനിയാണ് അല്ലെ? അപ്പൊ ഒരു മഴമാപിനി നിർമ്മിക്കാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം സാമഗ്രികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്? അതിന് വേണ്ടിയിട്ട് ആ ക്വസ്റ്റിന്റെ കൂടെയുള്ള ഒരു ചിത്രമാണ് മിസ് ഇവിടെ വെച്ചത്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ആരെയൊക്കെയാണ്, നിങ്ങൾ ഒരു മഴമാപിനി ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ആരെയൊക്കെയാണ് ഉപയോഗിക്കുക? അപ്പൊ ഇതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മഴമാപിനിയെ കുറിച്ച് പഠിക്കേണ്ടതില്ലേ? അപ്പൊ എന്താണ് ഒരു മഴമാപിനി, എന്താണ് ഒരു റെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ നിങ്ങൾ, ദ റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ടു മെഷർ റെയിൻഫോൾ. മഴ അളക്കുന്നതിനുള്ള ലളിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്? മഴമാപിനി അല്ലെങ്കിൽ റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ചിത്രം തന്നിട്ട് നിങ്ങളോട് ഇതിന്റെ പേര് എഴുതാനൊക്കെ ചോദിച്ചു കഴിയും. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ വലിയ വായവട്ടമുള്ള കണ്ടോ നിങ്ങൾ ഒരു എന്തെടുത്തിട്ടുണ്ട്? ഒരു കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുപ്പിയാണ് എടുത്തത്. അതിന്റെ സൈഡിലായിട്ട് ഒരു മെഷറിംഗ് സ്കെയില് വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് അതിന്റെ മുകളിലായിട്ട് ഒരു എന്തും വെച്ചിട്ടുണ്ട്, ഒരു ഫണൽ അല്ലേ, ഇതേപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് നമ്മുടെ വീടിന്റെ അകത്തോ അല്ലെങ്കിൽ വീടിന്റെ തൊട്ട് താഴെ നമ്മുടെ ഈ പറയുന്ന സൈഡിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലോ ഒന്നും നമ്മൾ വെക്കരുത്. ഇത് എവിടെ കൊണ്ടുപോയി വെക്കണം? നിങ്ങളെ പോലെയുള്ള കൂട്ടുകാരെ കൊണ്ടുപോയി വെച്ചത് കണ്ടോ? നല്ല തുറസായ സ്ഥലത്തല്ലേ, ഒരു ഓപ്പൺ ഏരിയയിൽ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുപോയി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടുന്നത്? പെയ്യുന്ന മഴയുടെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ കൂട്ടത്തിൽ ആരെയൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ സെലക്ട് ചെയ്യും? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, നമുക്ക് ഇതേപോലെയുള്ള ഒരു പാത്രം ആവശ്യമുണ്ട്. വെള്ളം ഇതിന് ആവശ്യമുണ്ടോ? ഇല്ല, വെള്ളം ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇവനെ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വട്ടം വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ മിസ് ഇതിന്റെ നേരെ ഒരെണ്ണം വരച്ചു. വേറെ ആരാ വേണ്ടത്? നമുക്ക് അതിന്റെ മുകളിൽ വെക്കാനായിട്ട് ഈ ഫണല് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ഈ ഫണലിന്റെ നേരെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കെയിൽ ആവശ്യമുണ്ട് അല്ലെ. ഇവര് 3 പോരെ? ഇതും 3 നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണോ? അല്ല. അപ്പൊ ആവശ്യമുള്ള 3 പേര് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ഇവിടെ ടിക്ക് വിട്ടിട്ടുണ്ട്, ഇവിടെ വട്ടത്തിലാക്കിയിട്ടുമുണ്ട്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക നിങ്ങൾ. ചിലപ്പോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഒരു മഴമാപിനി ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ തൊട്ട് മുന്നേ, അതേപോലെ ഒന്ന് വിവരിച്ചു കൊടുക്കുക. ആൻഡ് എവിടെയാണ് ഇത് വെക്കാന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കുക. ഇത് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? ടു മെഷർ റെയിൻഫോൾ, മഴ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പൊ ഈ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മാക്സിമം എല്ലാവർക്കും അയച്ചു കൊടുക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് പറയാട്ടോ. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.